ഹലോ ആൻഡ് സ്മിത, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഞാൻ എൻ്റെ മുഖത്തെ കുരുക്കളൊക്കെ മാറ്റിയത് എന്നുള്ളൊരു വീഡിയോ ആണ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിലും എല്ലാവരും പറഞ്ഞായിരുന്നു സൗണ്ട് ഭയങ്കര കുറവാണെന്ന്. പക്ഷെ എനിക്ക് മൈക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടിയാൽ നിങ്ങൾക്ക് എല്ലാം സെറ്റാക്കാം. അതുവരെ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എല്ലാവരും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. പിന്നെ ഈ വീഡിയോയിൽ കുറച്ച് അല്ലാത്ത സൗണ്ടുകളും കൂടെ നിങ്ങൾക്ക് കേൾക്കാം. ഈ നാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും പക്ഷികളും ഇവിടെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഞാൻ വീഡിയോ ഓൺ ആക്കുമ്പോഴത്തേനും എല്ലാവരും ഒന്ന് കോറസ് പോലെ സൗണ്ട് തുടങ്ങുന്നു. പലവിധ സൗണ്ടുകൾ നൽകുന്നു. പക്ഷെ നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കരുത്. ഞാൻ പറയുന്നത് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കാം. സോ എനിക്ക് വേറെ സ്ഥലമില്ല വീഡിയോ എടുക്കാൻ, അതുകൊണ്ടിട്ടാണ്. സോ പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ഈ യൂട്യൂബിൽ കാണുന്ന വീഡിയോസിൽ പോലെ ഒരു 2 വീക്സിൽ ഒരു ഇൻസ്റ്റന്റ് റിസൾട്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് ഈ കുരുവെല്ലാം മാറ്റിയെടുക്കാം എന്നുള്ള ഒരു വീഡിയോ അല്ല. നിങ്ങൾക്ക് ഇത് നിറച്ച് സമയം എടുക്കും. ഒരു 6-7 മന്ത്സ് എന്തായാലും നിങ്ങൾക്ക് എടുക്കും. സോ കുറച്ച് ക്ഷമ, പിന്നെ ഡിറ്റർമിനേഷൻ, കൺസിസ്റ്റൻസി എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാദ്യമേ ഞാൻ പറയാണ്. ഞാനൊരു മടിച്ചാണ്, എന്നിട്ട് ഞാൻ ചെയ്തു. അപ്പം നിങ്ങൾക്കും പറ്റും. ഭയങ്കര ഒരുപാട് എഫേർട്ട് ഇടേണ്ട ഒന്നുമില്ല. കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ അടുത്ത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള സമയം എടുക്കും. സോ നമുക്ക് വീഡിയോ അപ്പോൾ ഞാനിവിടെ എനിക്ക് നേരത്തെ ഉണ്ടായി, ഞാൻ കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വീഡിയോ ഇവിടെ നിന്ന് എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ മാറി. ഇപ്പോഴും എനിക്ക് കുറച്ച് പാടുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. എന്നാലും ഇതൊന്ന് ഇങ്ങോട്ട് മാറി. എനിക്ക് സ്കിൻ ടെക്സ്ചറിലും കോംപ്ലക്ഷനിലും നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം തേച്ചിട്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ആദ്യം എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നമ്മളെ കണ്ടുപിടിക്കാം. അത് നമുക്കൊരു 5 ടൈപ്സ് സ്കിൻ ടൈപ്പാണ് ഉള്ളത്. ഡ്രൈ ഉണ്ട്, ഓയിലി ഉണ്ട്, നോർമൽ ഉണ്ട്, കോമ്പിനേഷൻ ഉണ്ട്, സെൻസിറ്റീവ് ഉണ്ട്. അപ്പം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ഈ യൂട്യൂബിൽ കാണുന്ന എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിലുള്ള ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ സ്കിൻ ടൈപ്പിന് ചേർന്നായിരിക്കില്ല. ഇതൊന്നും അറിയാതെ പല ഫേസ് പാക്കും വാരി തേച്ച് കുറേ പണികൾ വാരി കൂട്ടിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നമ്മൾ ആദ്യം നമ്മൾ സ്കിൻ ടൈപ്പ് വേണം. പിന്നെ രണ്ടാമത്തെ കാര്യം അതെന്താ വെച്ചാൽ, നമുക്ക് എന്തുകൊണ്ടാണ് കുരു വരുന്നതെന്നൊരു ഐഡിയ നമുക്ക് കാണും. കാരണം ഇപ്പം എനിക്കെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് ക്ലിപ്പിങ്സ് കാണിക്കാം. എനിക്ക് കുരു വന്ന് അത് ഈ ഇടയ്ക്ക് വന്ന, അതിന് മുന്നേ വന്നു. പക്ഷേ ഈ ഇടയ്ക്ക് വന്നതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അത് എനിക്ക് തന്നെ അറിയാം. കാരണം ഞാൻ ഭയങ്കര സ്ട്രെസ്, എനിക്ക് മെൻ്റലി ഭയങ്കര ഡൗൺ ആയിട്ടുള്ള സിറ്റുവേഷൻസിലും സ്ട്രെസ് അടിക്കുന്ന സിറ്റുവേഷൻസിലും എനിക്ക് നിറച്ചും കുരു വരും. അതെനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് അപ്പം നമ്മൾ എന്താണോ അതിൻ്റെ കോസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഈ പ്രാവശ്യം കുറച്ചു അധികം എണ്ണ ഐറ്റംസോ മധുരമോ കൂടുതൽ കഴിച്ചു, അതുകൊണ്ടാണ് നമുക്ക് കുരു വന്നത്. അങ്ങനെ എന്താണോ നമ്മുടെ കോസ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലത്. ആദ്യം നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താ വെച്ചാൽ, എനിക്കാണെങ്കിൽ ഇങ്ങനെ കുരു വന്നു കഴിഞ്ഞാൽ ഇത് പൊട്ടിച്ച് കളയാൻ ഭയങ്കര ടെൻഷൻ. എനിക്ക് കൈ ഇങ്ങനെ വരും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഡബിളായിട്ട് വരും. പക്ഷേ നമുക്കത് എന്നെക്കൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും പൊട്ടിക്കും. അതുകൊണ്ട് എനിക്ക് തന്നെ ഒരു കൺട്രോൾ ചെയ്യാൻ വാങ്ങിച്ച് വെച്ച സാധനമാണ് പിമ്പിൾ പാച്ച്. പിമ്പിൾ പാച്ച് ഞാൻ ഇവിടെ വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ പിമ്പിൾ പാച്ച് ഒരു അടിപൊളി സാധനമാണ്. നമുക്കിങ്ങനെ പസ്റ്റുകൾ പോലെ ഇങ്ങനെ വന്നിരിക്കുമ്പോഴല്ലേ നമുക്ക് പൊട്ടിച്ചിങ്ങനെ കളയാനൊരു വിരിവിരിപ്പ്. പക്ഷേ ആ സാധനം ഒട്ടിക്കുക. നിങ്ങൾക്ക് അങ്ങനെ വന്നിരിക്കുമ്പോൾ ആ സാധനം ഒട്ടിക്കുക. അത് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം നിങ്ങൾ ഇപ്പോൾ രാത്രി കിടക്കുമ്പോൾ പൊട്ടിച്ചാൽ മതി. എന്നിട്ട് രാവിലെ ആകുമ്പോൾ അത് ഇളക്കി കളയുമ്പോൾ ആ പസ്സും അതിൻ്റെ കൂടെ പോകും. അത് ഭയങ്കര എഫക്റ്റീവാണ്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ വെറുതെ മുഖത്ത് കുറേ വലിയ സാധനങ്ങൾ തേച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ പണ്ട് വിചാരിച്ചുകൊണ്ടിരുന്നത് നമ്മൾ കുറേ പാക്കൊക്കെ തേക്കുമ്പോൾ നമുക്ക് അങ്ങ് അടിപൊളിയാവും, ഏറ്റവും കൂടുതൽ പാക്ക് തേക്കുമ്പോഴാണ് ഏറ്റവും അടിപൊളിയാവുന്നത്. അങ്ങനെയല്ല. നമ്മൾ ഉള്ളിൽ കഴിക്കുന്നതിലും ഇതിനൊരു കാര്യമുണ്ട്. അത് ഞാൻ ഈ ഇടയ്ക്കാണ് അത് റിയലൈസ് ചെയ്തത്. നമ്മൾ ഈ കുരു വരുന്ന സമയത്ത് മാക്സിമം ഓയിലി ആയിട്ട്, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, പക്ഷെ ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഓയിലി ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ മാക്സിമം കുറയ്ക്കുക ആ ഒരു സമയത്തേക്കെങ്കിലും. പിന്നെ മധുരം എനിക്കൊക്കെ ഭയങ്കര ഷുഗർ ക്രേവിങ്സ് ഉള്ള ഒരാളാണ്. അപ്പം ഞാൻ ഒരുപാട് ചോക്ലേറ്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് കഴിക്കും. അതിനനുസരിച്ച് എനിക്ക് കുരു വരാറുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഷുഗർ ക്രേവിങ്സ് ആയത് നമ്മൾ ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ കഴിച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ നിറച്ചും വെള്ളം കുടിക്കുക. ഞാൻ വെറുതെ പറയുന്നതല്ല. നമ്മൾ എല്ലാവരും പറയും വെള്ളം കുറേ കുടിക്കണം എന്നുള്ളത്. പക്ഷേ ഇത് ശരിക്കും ഞാൻ പേഴ്സണലി എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ്. എനിക്ക് കുരു വരുന്ന സമയത്ത് ഞാൻ നിറച്ചും വെള്ളം കുടിക്കും. അല്ലെങ്കിൽ വെള്ളം കുടിക്കണം, പക്ഷെ കുരു വരുന്ന സമയത്താണ് ഞാനിത് ഫോളോ ചെയ്യാൻ തുടങ്ങി. എനിക്ക് നല്ല റിസൾട്ടും വരാൻ തുടങ്ങി. നമ്മുടെ സ്കിന്നിൽ നമുക്ക് ഈ ടോക്സിൻസ് ഒക്കെ പോകാനായിട്ട്. പിന്നെ ഒരു കാര്യം എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് എന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പം ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ടുള്ള പിമ്പിൾസ് ആണെങ്കിൽ നിങ്ങൾ വെറുതെ ഈ ഹോം റെമഡീസ് ഇങ്ങനത്തെ യൂട്യൂബ് ചാനൽസ് ഇതൊക്കെ കണ്ടിട്ട് വെറുതെ ഇരിക്കരുത്. നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. അങ്ങനത്തെ ഉള്ള പിമ്പിൾസും നമ്മൾ ഹോർമോണൽ വേരിയേഷൻസ് കൊണ്ട് വരുന്നതാണെങ്കിൽ അത് ആദ്യം കൺട്രോൾ ചെയ്താലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും.
അതുകൊണ്ട് ഇങ്ങനത്തെ വീഡിയോസ് കണ്ടിരിക്കുക ഉറപ്പായിട്ടും നിങ്ങൾ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നിലേക്ക് കടക്കാം. ഒന്നായിട്ട് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു രക്തചന്ദനാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഇങ്ങനത്തെ ഒരു തടി ആയിട്ടും ഉണ്ട്, അല്ലാതെ പൗഡർ ഫോമിലും ഉണ്ട്. അപ്പോൾ പൗഡർ ഫോമാണ് അത് നിങ്ങൾ ഉപയോഗിക്കേണ്ട, കാരണം അതിൽ വേണമെങ്കിൽ അവർക്ക് അഡൾട്രൻസ് ഒക്കെ ആഡ് ചെയ്യാം. ഇതാണ് ഏറ്റവും ബെസ്റ്റ് സാധനം. ഇത് ഇങ്ങനെ ഏതെങ്കിലും ഒരു കല്ല്, ഇപ്പം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സാധനം, കല്ല്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ തേക്കുക, വെള്ളമാക്കുക, തേക്കുക, ഉരയ്ക്കുക, നമ്മുടെ മുഖത്തേക്കുക, അങ്ങനത്തെ സാധനമാണ്. അപ്പം ഇത് എല്ലാ അങ്ങാടി കടയിലും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ് ഈ രക്തചന്ദനം എന്ന് പറയുന്നത്. ഇത് ഞാനാണെങ്കിൽ ഒത്തിരി നേരമൊന്നും നിങ്ങൾ ഇട്ടിട്ട് ഇരിക്കേണ്ട. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ സ്കിൻ ഡ്രൈ ആവും, ഉണങ്ങി കഴിയുമ്പോഴത്തേനും അതങ്ങ് കഴുകിക്കളയാം. ഇത് നമ്മുടെ പാടൊക്കെ നന്നായിട്ട് പെട്ടെന്ന് ലൈറ്റാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി അടുത്ത സാധനം കാണിച്ചു തരാം. അടുത്തതും ഇതേപോലെ ഒരു ആയുർവേദിക് പ്രോഡക്റ്റാണ്, ഏലാദി ചൂർണം. ഇതും ഒരു ചൂർണം എന്ന് വെച്ചാൽ പൗഡർ, ഇങ്ങനെ പൗഡർ ഫോമിലാണ് വരുന്നത്. ഇങ്ങനെ ഒരു ബ്രൗൺ പൗഡറാണ് ഇത്. ഞാൻ യൂസ് ചെയ്യുന്നത് റോസ് വാട്ടർ ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ്. നിങ്ങൾക്കും അങ്ങനെ യൂസ് ചെയ്യാം. ഇത് എല്ലാ ആയുർവേദിക് മെഡിക്കൽ സ്റ്റോറിലും കിട്ടും. ഇതിൻ്റെ പ്രൈസ് എത്രയോ ഭയങ്കര വില കുറവാണ്. 90 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ സാധനമാണ് ഇത്. നമ്മൾ ആദ്യം തേക്കുമ്പോഴത്തേനും കുറച്ചൊന്ന് നീർന്ന പോലെ തോന്നും, പക്ഷെ അത് നോർമലാണ്, എനിക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ ഒരു ആയുർവേദ സ്റ്റുഡൻ്റ്. അപ്പം ഞങ്ങൾ പഠിക്കുന്ന ഈ ഒരു ഏലാദി ഗണ എന്ന് പറഞ്ഞാൽ വർണ്ണ്യം ഗ്രൂപ്പ്, അതായത് നമ്മുടെ കോംപ്ലക്ഷൻ എൻഹാൻസ് ചെയ്യുന്നതിൽ നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തള്ളണമല്ലോ എന്ന് വെച്ചിട്ട് പറഞ്ഞതാണ്. മനസ്സിലാവാത്തവരെല്ലാം വിട്ടോളൂ. പക്ഷെ നമ്മുടെ കാര്യത്തിന് ഇത് അടിപൊളിയായിട്ടുള്ള സാധനമാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ പക്ഷെ എപ്പോഴൊന്നും തേക്കണ്ട കേട്ടോ, എപ്പോഴൊന്നും തേക്കണ്ട. ഇത് ആഴ്ചയിൽ ഒരു ദിവസമോ മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ തേച്ചാൽ മതി. അപ്പം തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു റിസൾട്ട് കിട്ടും. നമുക്ക് കുരു വരുന്നതും ഇത് പ്രിവെൻറ്റ് ചെയ്യും. ഇനി മൂന്നാമത് ഞാൻ കാണിക്കുന്നത് നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്ത് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ ആദ്യം കാണിച്ചു തരാം. ഫസ്റ്റ് വേണ്ടത് അരിപ്പൊടി. എല്ലാവരും വീട്ടിലും കാണും, ഇതെല്ലാം വീട്ടിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് ആട്ടോ. അരിപ്പൊടി വേണം. പിന്നെ രണ്ടാമത് വേണ്ടത് പൊട്ടാറ്റോ ജ്യൂസ്. പൊട്ടാറ്റോ തൊലികളയ അരച്ചെടുക്കുക, ഇങ്ങനത്തെ പൊട്ടാറ്റോ ജ്യൂസ്. പിന്നെ വേണ്ടത് ടൊമാറ്റോ ജ്യൂസ്. ഇതെല്ലാം എല്ലാവരുടെ വീട്ടിലുള്ള സാധനമാണ്. പിന്നെ കുറച്ച് തേൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം, പക്ഷെ ഞാനിവിടെ എടുക്കുന്നത് നല്ലതാണ് തേൻ, അപ്പം ഞാൻ എടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. അത് ഞാൻ നിങ്ങൾക്ക് ക്ലോസപ്പിൽ കാണിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഫസ്റ്റ് അരിപ്പൊടി എടുക്കാം, നമുക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. മൊത്തം ഇടുന്നുണ്ടേ. പിന്നെ കുറച്ച് പൊട്ടാറ്റോ ജ്യൂസ്. ഇത്ര മതി. ഇനി കുറച്ച് ടൊമാറ്റോ ജ്യൂസ്. ഇത് നമുക്ക് തേക്കാൻ പറ്റുന്ന കൺസിസ്റ്റൻസി ആയിട്ടാണ്. ഇനി കുറച്ച് തേൻ. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യാം. ഞാനെൻ്റെ ഫേസിനൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസാക്കി അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷൊക്കെ വെച്ച് ചെയ്യാം. എനിക്കിപ്പം കൈ വെച്ച് വയ്ക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുത്തിലൂടെ അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ വീഡിയോയിൽ അപ്ലൈ ചെയ്യുന്നില്ല. കഴുത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ കഴുത്തിലൂടെ അപ്ലൈ ചെയ്യണം. ഓക്കെ, വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓണാണ്. സോ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ പേര് കാണുന്നുണ്ട്, പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.